ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ദൈവത്തിന്റെ അനന്തമായ പരിശുദ്ധാത്മ കൃപകൾ പ്രാപിക്കുവാൻ അന്തർദാഹമുള്ളവരാണ്. കർത്താവിനായി ആത്മാക്കളെ നേടുന്നതിനു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനുമുള്ള പരിശുദ്ധാത്മ കൃപകൾ പലരും ആഗ്രഹിക്കാറുണ്ട്. ദൈവത്തിൽ നിന്ന് അമാനുഷികമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സമസൃഷ്ടികൾക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കൊരിന്തിലെ വിശ്വാസികളോട് മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നു. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു നിമിത്തം യഹൂദാ സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട് ദാരിദ്ര്യത്തിലും കഷ്ടതയിലുമായ സഹോദരങ്ങൾക്കു വേണ്ടി അപ്പോസ്തലൻ നടത്തിയ ധർമ്മശേഖരത്തിൽ മക്കെദോന്യയിലെ വിശ്വാസികൾ തങ്ങളുടെ കഴിവിനപ്പുറമായി ഔദാര്യം കാട്ടിയതാണ്, അഥവാ സാമ്പത്തിക സഹായം നൽകിയതാണ് അവർക്ക് ലഭിച്ച ദൈവകൃപ. എന്തെന്നാൽ അവർ മഹാദാരിദ്ര്യത്തിലും കഷ്ടതയുടെ കഠിന ശോധനയിലുമായിരുന്നിട്ടും സമൃദ്ധിയായ സന്തോഷത്തോടെയാണ് തങ്ങളുടെ സഹോദരങ്ങൾക്കു വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൽ പങ്കാളികളായത്. മഹാദാരിദ്ര്യത്തിലും കഷ്ടത്തിലും നെടുവേർപ്പെടുമ്പോൾ അവയിൽ നിന്നും മോചനം നേടുവാനുള്ള ദൈവകൃപയ്ക്കു വേണ്ടിയാണ് മിക്കവരും ആഗ്രഹിക്കുന്നത്. തങ്ങൾ മഹാദാരിദ്ര്യത്തിലായിരുന്നിട്ടും മഹാദാരിദ്ര്യത്തിൽ വലയുന്നവരെ സന്തോഷത്തോടെ സഹായിക്കുവാനുള്ള ആഴമേറിയ കരുതലും സ്നേഹവും അവരിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ പ്രദർശനമാണെന്ന് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിൽ നിന്ന് അനേക കൃപകളും കൃപാവരങ്ങളും നീ പ്രാപിച്ചിരിക്കാം. എന്നാൽ കഷ്ടത്തിലും ദാരിദ്ര്യത്തിലുമായിരിക്കുന്ന നിന്റെ സഹോദരങ്ങൾക്കു വേണ്ടി മക്കെദോന്യയിലെ വിശ്വാസികളെപ്പോലെ ദാരിദ്ര്യത്തിലാണെങ്കിലും നിന്റെ കഴിവനുസരിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ മഹാദാരിദ്ര്യത്തിലും ഒന്നുമില്ലായ്മയിലും സന്തോഷത്തോടെ ദാനം ചെയ്ത് ദൈവസ്നേഹം പകരുന്ന മക്കെദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ നിനക്കും പ്രാപിക്കുവാൻ നീ പ്രാർത്ഥിക്കുമോ? മനസ്സലിവുള്ള ദൈവം എന്റെ ദൈവം, കാരുണ്യവാനായ ദൈവം, സർവദാതാവായ ദൈവം. മനസ്സലിവുള്ള ദൈവം എന്റെ ദൈവം, കാരുണ്യവാനായ ദൈവം, സർവദാതാവായ ദൈവം. എന്റെ രാജാവായ ദൈവം, അത്യുന്നതനായ ദൈവം, എന്റെ ദൈവം, സർവവ്യാപിയായ ദൈവം, എന്റെ